ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നേഴ്സിംഗ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയേക്കാം. നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. കാരണം ഇവിടെ ജർമ്മനി വന്നിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയതായിട്ട് ഇനി ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഞാൻ പേഴ്സണലി ഇപ്പോൾ ജോലി ചെയ്യുന്നതിന് എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണിതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഒത്തിരി ലാഗ് അടുപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് നേഴ്സുമാർ ഇപ്പോൾ ജർമ്മനിയിലോട്ട് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ജർമ്മനിയിലോട്ട് നേഴ്സുമാർ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്. മെയിനായിട്ട് അന്നേരം ഇപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ട് അക്സെപ്റ്റൻസ് കിട്ടി വരുന്നവരല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എക്സാമൊക്കെ എഴുതണം. ഇപ്പോൾ ചിലരുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നേഴ്സായിട്ട് ജോലി ചെയ്യുവാന്ന്. ഒരിക്കലുമല്ല കേട്ടോ. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ B2 പാസ്സായിട്ട് വരുന്ന ഒരു നേഴ്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈന് ക്ലാസ്സുകളുണ്ടായിരിക്കും. അപ്പോൾ എക്സാം പാസ്സായാൽ മാത്രമാണ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ 2 എക്സാം ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. 2 എക്സാമാണ് ഇവിടെ ഉള്ളത്, 2 ചാൻസാണ് ഇവിടെ ഉള്ളത്. ആ 2 ചാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ തിരിച്ചു പോകേണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ ചെയ്യാം. അല്ലാതെ ഏജൻസിയുടെയൊക്കെ ചതിയിൽപ്പെട്ട് അല്ല ഏജൻസി പറയും നിങ്ങൾ നേഴ്സായിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആരെയും ഇവിടെ എക്സാം പാസ്സാകാതെ ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് മാത്രമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രധാന കാര്യമാണ് കേട്ടോ. പലരും അറിയാതെയാണ് അത് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അത് ഏകദേശം അല്ല അവർ പറയും 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് നിങ്ങൾ എക്സാം പാസ്സാവും, നിങ്ങൾ ജോലിക്ക്. ചില സ്ഥലങ്ങളിൽ ഓക്കെ 6 മാസം എങ്ങനെ എടുത്താലും 1 വർഷമെങ്കിലും എടുക്കും. 1 വർഷത്തെ ക്ലാസ്സും അതുപോലെ പരീക്ഷ പാസ്സായാൽ മാത്രമേ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, ഞാൻ ഫുൾ അക്സെപ്റ്റൻസ് കിട്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് അതുകൊണ്ട് ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഡയറക്റ്റ് കയറുക ചെയ്തത്. എനിക്ക് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പലരും ചോദിച്ചിട്ട് എങ്ങനെ ചേച്ചി നമ്മുടെ പ്രാക്ടിക്കൽ അല്ല എക്സ്പീരിയൻസ് വെച്ചാണോ നമുക്ക് ഇവിടെ എക്സാം എഴുതേണ്ട അല്ലെ ഫുൾ അക്സെപ്റ്റൻസ് കിട്ടുന്നതെന്ന്. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചല്ല, നമ്മൾ നേഴ്സിംഗ് പഠിക്കുമ്പോഴുള്ള പ്രാക്ടിക്കൽ അവേഴ്സ് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പം വരുന്ന എല്ലാ നേഴ്സുമാരും ഇവിടെ എക്സാം എഴുതണം കേട്ടോ. ഞാൻ ഒരു 4-5 വർഷം മുമ്പല്ലേ വന്നത്. അന്നേരം ചിലവർക്കൊക്കെ അക്സെപ്റ്റൻസ് കിട്ടും, ചിലവർക്ക് എക്സാം എഴുതണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവർക്കും വേണം. ഞാൻ ഇറ്റലിയിൽ നിന്നാണ് വന്നത്. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ടേംസ് ആയിരുന്നു. അപ്പം നമ്മൾ എത്ര ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാലും നമ്മൾ ഒരിക്കലും പഠിക്കാത്തൊരു കാര്യമാണ് മെഡിക്കൽ ടേംസ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളുടെ പേരുകൾ, നമ്മുടെ ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അറിയാം, ഓരോ സാധനങ്ങൾക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതേ പേരുകളിൽ ജർമ്മനുണ്ട്. അപ്പം നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതോടൊപ്പം ജർമ്മനിക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മെഡിക്കൽ ടേംസും കൂടി പഠിക്കണം കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് അറിയത്തില്ലെങ്കിൽ നമുക്കിവിടെ ജോലി ചെയ്യാനേ സത്യം പറയുവാണെങ്കിൽ പറ്റത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത കാര്യമാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണ് ജോലി ചെയ്തത്. അന്നേരം തന്നെ എനിക്കിപ്പോൾ നമ്മൾ സിറിഞ്ചിന് അങ്ങനെയൊക്കെയുള്ള എല്ലാം ഡോയിഷ് നെയിമുകൾ വേണം. എനിക്കന്നേരം ഒരു കൂട്ടുകാരിയാണെങ്കിൽ ഒരു ബുക്ക് തന്നായിരുന്നു. ഞാൻ പിന്നെ അതേ നോക്കിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ അത് കുറച്ച് കാര്യങ്ങൾ മതിയായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ ഓരോ വാക്ക് മെഡിക്കൽ ടേംസൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നു. അതേ കാര്യങ്ങൾ നമ്മൾ ഒരു ഹാൻഡ് ഓവർ തരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോയിഷ് അറിയാമെങ്കിലേ പറ്റത്തുള്ളൂ. ആദ്യത്തെ ദിവസങ്ങൾ ആദ്യത്തെ 1 മാസമൊന്നും ഇവരെന്നാ പറയണേന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ചിലപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് എഴുതുന്നത് പോലെ ആയിരിക്കും, പക്ഷെ പറയുന്നത് വേറെ രീതിയിലായിരിക്കും അവർ പറയുന്നത്. നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടി മെഡിക്കൽ ടേംസൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളുടെ പേരുകൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തൊരു കാര്യമാണ്. നിങ്ങളെ കുറച്ച് ലാംഗ്വേജ് പഠിക്കുന്നതിനോടൊപ്പം ഇത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നേഴ്സായിട്ട് വരുമ്പോൾ ഇവിടെ ജോലി ചെയ്യണമല്ലോ, ഏതായാലും ജോലി ചെയ്യാനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതും കൂടി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പായിരിക്കും. അല്ലെ ഈ വീഡിയോ കാണുന്ന ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആളായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്ന് എക്സാം എഴുതി പാസ്സായി നമ്മൾ നേഴ്സായിട്ട് ജോലിക്ക് ചെയ്യാനാണെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ അവേഴ്സ് വരെ തിയറി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഭയങ്കര പാടാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം എന്ന് മനസ്സിലാത്തില്ല. കാരണം ഞാൻ അത്രയേറെ സഫർ ചെയ്തു. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ജോലിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും പുതിയ നമുക്കെല്ലാം ഓരോ ദിവസം കാണുന്ന എല്ലാം പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ ജോലിക്ക് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു, എന്നൊക്കെ കാര്യങ്ങളെ ചേച്ചി ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പല കാര്യങ്ങളും ഞാൻ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചു. അപ്പം ചേച്ചിയൊക്കെ എനിക്ക് പറഞ്ഞ് പല കാര്യങ്ങളും തന്നു. ഇപ്പം നിങ്ങളും ജോലി ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇപ്പം നമ്മൾ ജോലി ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ റൂമിലും പോയി പേഷ്യൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടുത്തെ പേഷ്യൻസിനൊക്കെ ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ ഡിമെൻ്റ് അങ്ങനെ ഡിപ്രസീവ് ഒക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹാൻഡ് ഓവർ മേടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പേഷ്യൻസ് അവിടെ കാണുന്നു, ചിലപ്പോൾ അവിടെ പേഷ്യൻസ് കാണണമെന്നില്ല. നമ്മൾ ഉച്ച കഴിഞ്ഞത്തെ ഡ്യൂട്ടിക്കാണെങ്കിൽ ചിലപ്പോൾ അവർ 11 മണിക്ക് ആശുപത്രി വീട്ടിൽ പോയി കാണും എങ്ങോട്ടെങ്കിലും. അപ്പം നമ്മൾ പെട്ടെന്ന് ഹാൻഡ് ഓവർ എടുത്ത് ഉടനെ തന്നെ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ പേഷ്യൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അല്ലെങ്കിൽ രാവിലെ ഡ്യൂട്ടി ചെയ്ത് നമുക്ക് ഹാൻഡ് ഓവർ എന്ന സിസ്റ്ററിനോട് ചോദിക്കാം എന്തിയ പേഷ്യൻ്റ് അവിടെ ഇല്ല എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഉച്ച കഴിഞ്ഞാണ് നമ്മളല്ലെങ്കിൽ ഹാൻഡ് ഓവർ 1 മണിക്ക് എടുത്തു, നമ്മളൊരു 3 മണിയാകുമ്പോഴാണ് മനസ്സിലാകുന്നത് പേഷ്യൻ്റ് റൂമിൽ ഇല്ല എങ്കിൽ നമ്മൾ വേണം അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി. പിന്നെ പോലീസിനെ ഡോക്ടർ അറിയിക്കും, എന്നാൽ പോലും പിന്നെ പോലീസ് തിരിച്ചു വരുമ്പോഴേക്കും പോലീസ് നമ്മുടെ അടുത്ത് നിന്ന് നമ്മളെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ പിന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ബാക്കി ജോലികൾ നമുക്ക് ചെയ്യാനായിട്ട് തടസ്സം ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ജോലി പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഹാൻഡ് ഓവർ എടുത്തതിന് ശേഷം നമ്മുടെ പേഷ്യൻസ് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെല്ലാ കാര്യത്തിലും പേഷ്യൻസിൻ്റെ ഒരു എന്നാ പറയണ്ടേ, എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ അവർ പറയുമോ എനിക്കിത് ചെയ്യേണ്ട അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് നമ്മൾ ചെയ്യിക്കാതിരിക്കുക. കാരണം എന്നാ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള പേഷ്യൻസൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് വിന്തൽ എന്ന് പറയും കേട്ടോ, നമ്മുടെ പാമ്പേഴ്സിന് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ അവർ സമ്മതിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ നഖം വെട്ടുന്ന കാര്യമായിരിക്കും. അപ്പം നമ്മൾ ബലത്തിയോ നഖം വെട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പം പറയും ഇവർ നമ്മളെ മിസ്യൂസ് ചെയ്തു അല്ലെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മളോട് വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കുക. എന്നിട്ട് നമ്മൾ നേഴ്സസ് നോട്ടിൽ അത് രേഖപ്പെടുത്തുക. പേഷ്യൻറ്റ് പറഞ്ഞു അല്ലെ നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ പറയുക. അപ്പോൾ തന്നെ നേഴ്സസ് നോട്ട് എഴുതുക, അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന്. അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അല്ലെങ്കിൽ അവർ നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഔസ്ലാൻഡേഴ്സും കൂടി ആകുമ്പോഴത്തേക്കും നമുക്കെതിരെ ഒത്തിരി കംപ്ലയിൻറ്റുകൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇപ്പം നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോഴുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ്, ഡോക്ടർമാർ, അസിസ്റ്റന്റുമാരായിരിക്കും. ഷെഫ് ഡോക്ടർമാർ അല്ലായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഡ്യൂട്ടിയിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഡോക്ടർ പറയുക ഇന്ന പേഷ്യൻ്റ് ഇന്ന മരുന്ന് കൊടുത്തേരെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ പറച്ചിൽ കേട്ട് അവർ നമ്മളോട് വാഗോണ്ട് പറയുന്നു. അത് കേട്ട് ചാടി കയറി നമ്മൾ ആ പേഷ്യൻറ്റിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പേഷ്യൻസിനുണ്ടല്ലോ ഇവിടെ അലർജിയൊക്കെ ഉള്ളവരായിരിക്കും. ആ മരുന്ന് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലാത്ത മെഡിസിൻ ആയിരിക്കും. ഡോക്ടർ നമ്മളോട് ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പറയുന്നത്. ഡോക്ടറിൻ്റെ തലയിൽ എല്ലാ പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും കാണത്തില്ല. അപ്പോൾ ആ ഡോക്ടറിൻ്റെ പറച്ചിൽ കേട്ട് നമ്മൾ ചാടി കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എത്രയും വേഗം പോയി അവർ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളോട് വഴി വെച്ച് പറയൂ, അല്ലെങ്കിൽ അവിടെ ചെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകും, കമ്പ്യൂട്ടറിൽ എഴുതിയിട്ടുണ്ടാകുകയില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വേഗം പോയി പേഷ്യൻ്റ് എന്തും ആയിക്കോട്ടെ, അവിടെ മരിച്ചൊന്നും അത്ര സീരിയസ് ഒന്നും അല്ലാത്ത കണ്ടീഷൻ, ഇപ്പോൾ എന്തെങ്കിലും വേദന അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് മുമ്പ് നമ്മൾ കമ്പ്യൂട്ടറിൽ പോയി നേഴ്സസ് നോട്ട് എഴുതുക. ഇന്ന ഡോക്ടറിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. ഇന്ന ഡോക്ടർ ഈ മരുന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പേഷ്യൻറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുക. അതിന് ശേഷം മാത്രം പേഷ്യൻറ്റ് കൊടുക്കുക. അല്ല ഡോക്ടറിനോട് പറയുക ഞാൻ കൊടുക്കത്തില്ല, നിങ്ങൾ ഓർഡർ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഞാൻ കൊടുക്കുക, എനിക്ക് അതിനുള്ള റൂൾസ് ഇതിലില്ല, അതുകൊണ്ട് അങ്ങനെ പറയുക. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് 40 വർഷമൊക്കെ ആയി ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരൊക്കെ പറയും കേട്ടോ, അങ്ങനെ പറ്റിയല്ല ഡോക്ടർ, ഞാൻ കൊടുക്കുകയില്ല, നിങ്ങൾ ആദ്യം പോയി കമ്പ്യൂട്ടറിൽ പ്രിസ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം ഞാൻ പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കേട്ടോ, ഒരു ഡോക്ടർ ഇങ്ങനെ ഇന്ന മരുന്ന് കൊടുക്കാൻ പറഞ്ഞു, പുള്ളിക്കാരത്തിയാണെങ്കിൽ പോയി പെട്ടെന്ന് മരുന്ന് കൊടുത്തു. അപ്പം അസിസ്റ്റൻറ്റ് നേഴ്സായിരുന്നു. അപ്പോൾ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഷെഫ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേനും ഈ മരുന്ന് കൊടുത്തിരിക്കുന്നു. പേഷ്യൻ്റ് ആ മരുന്ന് ശരിക്കും കൊടുക്കാൻ പറ്റത്തില്ലാത്ത മരുന്നായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡോക്ടർ ഈ നേഴ്സിനെ വഴക്ക് പറയുന്നതെല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ട് പുള്ളി ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഡോക്ടർ വന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന്. അപ്പോൾ ആരുടെ കയ്യിലാണ് തെറ്റ് വരുന്നത്? കൊടുക്കുന്ന നേഴ്സിനായിരിക്കും തെറ്റ്. കാരണം എവിടെയും രേഖകൾ കാണില്ല. നമ്മൾ ഇൻ കേസ് നമ്മൾ എഴുതി നേഴ്സസ് നോട്ടിലെങ്കിലും വെച്ചു ഇന്ന ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന മരുന്ന് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരത്തില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളൊരു ജോലിയിൽ ആദ്യം പ്രവേശിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പുതിയതായിരിക്കുമല്ലോ, ഇപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലോട്ടൊരു ഒരു ഫ്രണ്ട് വലയാകണമെങ്കിൽ ഏകദേശം ഒരു 6-7 മാസം എടുക്കും. അതിന് മുമ്പുണ്ടല്ലോ എന്തെങ്കിലും നമ്മുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ആ തെറ്റ് കാണിക്കുന്നത്. പക്ഷെ കറങ്ങി തിരിഞ്ഞത് നമ്മുടെ തലയിൽ വരും. കാരണം നമ്മൾ പുതിയതായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അവരുടെ എല്ലാം വിചാരം, ഇപ്പം നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, നമുക്ക് എത്ര അറിവുള്ളവരായിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും വിചാരം ഞാനെല്ലാം തികഞ്ഞതാണ്, ഞാനൊരു തെറ്റും കാണിക്കത്തില്ല, ഇന്ന ആൾ വന്നു ഇവളാണ് ഈ തെറ്റ് കാണിച്ചാൽ അവളായിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലോട്ടായിരിക്കും അതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്നത്.
അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മുടെ തലയിലേക്ക് ഒരു പഴി ചാരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മിണ്ടാതെ ഒരിക്കലും സൈലൻ്റ് ആയിട്ടിരിക്കരുത്, അതിന് റിപ്ലൈ കൊടുക്കുക. ഈ ഒരു ഉദാഹരണം തന്നെ പറയുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. ഞാൻ എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. ഞാൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് ചെന്നു, ഹാൻഡ് ഓവർ എടുത്തു. അപ്പം വേറൊരു പേഷ്യൻ്റ് ഇങ്ങനെ ബെല്ലടിക്കുമല്ലോ, അവർക്ക് ആവശ്യമുണ്ട്. അപ്പം ബെല്ലടിച്ചപ്പോഴത്തേനും ഞാനും വേറൊരു സിസ്റ്ററും കൂടി ഒരുമിച്ച് ആ റൂമിൽ ചെന്നു. അപ്പം എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, ആൽവി ഇത് ആൻറ്റിബയോട്ടിക് ആണല്ലോ. അപ്പം ആ പേഷ്യൻറ്റിന് ലാസിക്സ് പെർഫ്യൂസർ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരേ ക്യാനിലെ തന്നെ 2 മെഡിസിന് പോകാൻ പറ്റത്തില്ല, നീ ആണെങ്കിൽ ഡോക്ടറിനോട് പറ 2 ക്യാനിലെ വേണം. അപ്പോൾ ആ നേഴ്സ് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ ആ പേഷ്യൻ്റ് ആൻറ്റിബയോട്ടിക് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല, ഉള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പക്ഷേ അത് ശ്രദ്ധിച്ചില്ല, ആൻറ്റിബയോട്ടിക് ആണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞാൻ ആ നേഴ്സ് പറയുന്നത് കേട്ട് ഡോക്ടറിനോട് എന്ന് പറഞ്ഞു ക്യാനിലെ വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ ക്യാനിലെ ഇട്ടു. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് വന്നു, അന്നൊരു കുഴപ്പമില്ല, അത് അവിടെ കഴിഞ്ഞു. ഞാനല്ല മരുന്ന് ഇട്ട ആളും. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെന്നപ്പം എന്നെ എടുത്ത് അതേ നേഴ്സ് വന്നിട്ട് പറയുമോ, ആൽബി നീ ഇന്ന പേഷ്യൻറ്റും തെറ്റായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുത്തു, നീ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ചെന്ന് ഡോക്ടറിനോട് പറയണം, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എനിക്ക് പെട്ടെന്ന് അവളോട് റിപ്ലൈ ചെയ്യാൻ തോന്നിയത് എനിക്ക് തോന്നി നല്ല കാര്യമാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ ഡ്യൂട്ടി വന്നല്ലേ ഉള്ളൂ, നീ കണ്ടില്ലേ ഞാൻ ആ സമയത്താണ് വന്നത്, നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ ആ റൂമിൽ ആ പേഷ്യൻ്റ് എടുത്ത് ചെന്നാൽ, പിന്നെ ഇങ്ങനെ ഞാൻ കൊടുത്തതാവുന്നത്, ഞാനല്ല മരുന്ന് കൊടുത്ത ആൾ, രാവിലത്തെ ഡ്യൂട്ടിക്കാരായിരിക്കും ആ മരുന്ന് കൊടുത്തത്, ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഞാൻ ഇപ്പം വന്ന് ഹാൻഡ് ഓവർ എടുത്ത ആളെങ്ങനെ ഈ മരുന്ന് കൊടുക്കുന്നത്, ആ മരുന്ന് ഓൾറെഡി കൊടുത്തു തീർന്നു, അതിൻ്റെ ഇത് എടുത്ത് മാറ്റിയത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഞാൻ ഏതായാലും എൻ്റെ ഈ നേഴ്സിംഗ് ഇൻചാർജിൻ്റെ അടുത്ത് നിന്ന്, അതായത് നമ്മുടെ വാർഡിൻ്റെ ലൈറ്റൂങ്ങിൻ്റെ അടുത്ത് ചെന്നു കേട്ടോ. ലൈറ്റൂങ്ങിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഇന്ന വിവരങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരാൾ പുതിയത് വന്നു എന്ന് വിചാരിച്ച് എല്ലാവരുടെയും ഒരു രീതിയാണ്, ഒരാൾ പുതിയതായിട്ട് വരുമ്പം അവരായിരിക്കും ഇന്ന തെറ്റ് ചെയ്തത് എന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് ജോലി കഴിഞ്ഞെന്നല്ല, ഞാൻ ജോലിക്ക് ഇപ്പോൾ ഞാൻ വന്നതേ ഉള്ളായിരുന്നു, ഞാനെങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത്. പക്ഷേ ലൈറ്റൂങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരാളാണ് കേട്ടോ. സ്ലാൻഡർ ആയാലും ജർമ്മൻകാരായാലും ഒരേ കണ്ണുകൊണ്ടാണ് ആ പുള്ളി ഇപ്പോൾ തെറ്റ് ചെയ്തവരെ. അപ്പോൾ പുള്ളി പറഞ്ഞു, ആൽബി നീ ഒന്നും പേടിക്കണം, പുള്ളി എല്ലാം ചെക്ക് ചെയ്ത് ശരിക്കും ഞാനല്ലായിരുന്നു ആ മരുന്ന് കൊടുത്തത്, മരുന്ന് കൊടുത്ത ആൾ വേറെ ആളായിരുന്നു. അത് കഴിഞ്ഞ് അവർ ചോദിച്ചപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിക്കാരായിരുന്നു, മാറി തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യൻറ്റിനെ മരുന്ന് മാറി കൊടുത്തതായിരുന്നു. അപ്പോൾ അന്നേരം എന്നോട് പുള്ളി പറയുവാണ്, ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അങ്ങനെ ചെയ്തുവെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോൾ അന്നേരം ആ പുള്ളി തന്നെ പറയുക, എൻ്റെ ലൈറ്റൂങ് തന്നെ പറയുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ നമ്മളിപ്പം ചിലപ്പം എന്താ പറയുക ഇൻസുലിനൊക്കെ മാറി കുത്തുവോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻറ്റിന്, ഇന്നാളൊരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൾ ഒരു പേഷ്യൻറ്റ് ഇൻസുലിൻ അധികമായിട്ട് കുത്തി, അത് കഴിഞ്ഞ് ഞാൻ ഹാൻഡ് ഓവറൊക്കെ തന്നു പോയി. കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ആ പേഷ്യൻറ്റ് ഭയങ്കര വേർത്തൊഴുകി ഷുഗർ ഭയങ്കര താന്നു പോയി. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷുഗർ താന്നതെന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല, അത്രയും പേഷ്യൻറ്റിന് വയ്യാതെ വന്നു. അത് കഴിഞ്ഞ് എന്നാ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് ഇവൾ അധികം കുത്തിയത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്. പിറ്റേ ദിവസം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മേളിലുള്ള ആൾക്കാർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഇങ്ങനെ ഈ പേഷ്യൻറ്റിന് എൻ്റെ രാവിലെ ജോലി ചെയ്ത നേഴ്സാണെങ്കിൽ അധികം ഇൻസുലിന് ഇഞ്ചെക്ട് ചെയ്തു, അതുകൊണ്ടാണ് അവർക്ക് ഷുഗർ പെട്ടെന്ന് താന്നു പോയത് ഒരു പേഷ്യൻറ്റിന്. അങ്ങനെയൊക്കെ സംഭവിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് അബദ്ധങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും വേഗം ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക എന്നതാണ് എൻ്റെ ലൈറ്റൂങ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് ജോലി ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് തിരിച്ച് പറയുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്. അത് ഇവിടുത്തെ ഒരു രീതിയാണ്, നമ്മുടെ ഒരു സ്വഭാവ രീതി വെച്ച് നമ്മൾ എപ്പോഴും സൈലൻ്റ് ആകാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്, നമ്മൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക കേട്ടോ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കമൻറ്റുകളോ കാര്യങ്ങളോ ഡൗട്ടുകളോ ഇപ്പോൾ നേഴ്സിംഗ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.